പ്രഭാതവന്ദനങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഗെനസറേത്ത് തടാകത്തിൽ ശിമോൻ്റേതായിട്ടൊരു പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച ശേഷം ശിമോനോട് പറയുന്നുണ്ട്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിനെന്ന്. അപ്പോൾ ശിമോൻ ഇപ്രകാരം പറയുകയാണ്, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. നമ്മളിൽ പലരും ഇതുപോലെയാണ്. നമ്മൾ ഒരുപാട് അധ്വാനങ്ങളിൽ, ആയാസകരമായിട്ടുള്ള അധ്വാനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സമയം മുഴുവൻ വേണ്ടി അതിനുവേണ്ടി ചെലവഴിക്കുന്നുമുണ്ട്. എന്നാൽ അതിന് തക്ക ഒരു ഫലം നമുക്ക് ലഭിക്കുന്നില്ല. അതുമാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കേണ്ട സമയങ്ങളും നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയങ്ങളുമെല്ലാം അത് അപഹരിക്കുന്നു. എന്നാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ കർത്താവിനെ നമ്മുടെ അധ്വാനത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ, യേശുവിൻ്റെ വാക്ക് നമ്മൾ അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അധ്വാനം എളുപ്പമുള്ളതായിട്ട് മാറും. വചനത്തിലുടനീളം അധ്വാനങ്ങളെക്കുറിച്ച് ഒത്തിരി പറയുന്നുണ്ടെങ്കിലും എന്നാൽ ആയാസകരമായിട്ടുള്ളതും നമ്മളെ കഷ്ടപ്പെടുത്തുന്നതും നമ്മുടെ സമയം മുഴുവൻ അപഹരിക്കുന്നതും ഫലമില്ലാത്തതുമായിട്ടുള്ള അധ്വാനങ്ങൾ അത് വൃഥാവാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സമയം, ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ വന്നിട്ട് 5-6 മണിക്കൂറോളം അതിനുവേണ്ടി ചെലവഴിച്ചു. അടുത്ത ദിവസം ഡൽഹിയിലാണ് ഞങ്ങൾ പാസ്റ്റർ അനീഷിനെ ചാണ്ടിപ്പാസിൻ്റെ ചർച്ചിൽ പ്രസംഗിക്കണം. ഞാനും കടന്നുപോയി. പക്ഷെ ഞാൻ അവിടുത്തെ ഒരു ഓഫീസ് റൂമിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുവാണ്. പാസ്റ്റർ പ്രസംഗിക്കുന്നു. അപ്പോൾ തലേദിവസം മുഴുവനും ഞാൻ ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ നോക്കി, നടന്നില്ല. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ചർച്ചിൽ അവിടെ വന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ഒരു ഇഷ്യൂവിൽ അങ്ങ് ഇടപെടണം. അതൊരു കോഡുമായിട്ട് ബന്ധപ്പെട്ട, ഒരു ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. എന്നാൽ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്കൊരു ദൈവശബ്ദം പോലെ ഒരു ലൈൻ, ഒരു വേർഡ് എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ അത് വെച്ച് ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ലൈബ്രറി ആയിരുന്നു. അതിനെപ്പറ്റി എൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അത് കണ്ട് പെട്ടെന്ന് അത് വായിച്ച് പഠിച്ച് ആ ഇഷ്യൂ, ആ ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂ പെട്ടെന്ന് തന്നെ വിത്തിൻ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റി. അതിനുശേഷം അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് എനിക്ക് പിന്നീട് അറ്റൻഡ് ചെയ്യുവാനും പറ്റി. ഇങ്ങനെയാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളിൽ അധ്വാനത്തിൽ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കർത്താവിനെ ക്ഷണിക്കുകയാണെങ്കിൽ, കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ എത്ര പ്രയാസകരമായിട്ടുള്ള ജോലിയും വളരെ ഈസി ആയിട്ട് ചെയ്യുവാനും നമുക്ക് സാധിക്കും. അതിൻ്റെ ഫലവും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇപ്രകാരം ഒരു സദൃശ്യവാക്യങ്ങളിൽ ഒരു വചനമുണ്ട്, 16:3, നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, അവൻ നിന്റെ ഉദ്ദേശ്യങ്ങളെ സാധ്യമാക്കും. അതെ, നമ്മൾ ശിമോൻ ചെയ്തതുപോലെ കർത്താവിൻ്റെ വാക്ക് കേട്ട് ആ വലയിറക്കിയപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം ലഭിച്ചതുപോലെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും, നമ്മുടെ എല്ലാ അധ്വാനങ്ങളിലും നമ്മൾ കർത്താവിനെ നമ്മൾ ക്ഷണിച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എത്ര ആയാസകരമായിട്ടുള്ള കാര്യങ്ങളിലും പെട്ടെന്നൊരു റിസൾട്ട്, ഒരു പെരുത്ത മീൻകൂട്ടം പോലെ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാം, ജോലി ഭാരം മൂലം കഷ്ടപ്പെടുന്നവർ, ജോലി ചെയ്തിട്ടും ഒരു തക്ക റിസൾട്ട് ലഭിക്കാത്തവർ, നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഫലമില്ലാത്ത സാഹചര്യങ്ങളിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ക്ഷണിക്കുന്നു. അങ്ങയുടെ ദൈവിക ഇടപെടലുകൾ കർത്താവേ ഞങ്ങളുടെ ജോലിയിലെല്ലാം ഉടനീളം ഉണ്ടാകട്ടെ. അങ്ങയുടെ വാക്കുകൾ കേൾക്കുവാൻ, അങ്ങയുടെ വാക്കുകൾ കേട്ട് അനുസരിക്കുവാൻ, അതിലൊരു ഉത്തരം ലഭിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഇന്നത്തെ പ്രഭാതം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതമാക്കി അങ്ങ് മാറ്റുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.